റുഖിയ എന്ന് പറയാം, മന്ത്രിച്ചൂത എന്ന് പറയാ. നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണോ സ്വാലിഹായ ഒരു ആണോ അവരുടെ നാവിലൂടെ ശുദ്ധമായ വായയാണ് എന്ന് പറഞ്ഞാൽ നുണയും വഞ്ചനയും ഗീബത്തും നമീമത്തൊന്നും പറയാത്ത മനുഷ്യനാണ്. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ നാമം അള്ളാഹുവിലേക്ക് ഖൽബ് കൊടുത്ത് ഇഖ്ലാസോടുകൂടെ 7 ഫാത്തിഹ ഒരു ഗ്ലാസ് വെള്ളത്തിലോ മറ്റോ ഊതിക്കൊടുത്താൽ രോഗിക്ക് ശിഫ കിട്ടിയിരിക്കുന്ന അള്ളാഹുവിന്റെ ഖലാ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളുണ്ടതിന്. പക്ഷെ തങ്ങൾ പറഞ്ഞു തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ പടപ്പുകളെ രോഗത്തിന് മരുന്ന് കുടിക്കണം, ആശുപത്രിയിൽ പോകണം. നബി നിങ്ങൾ പറഞ്ഞു ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ കാണണം. തങ്ങൾ കണ്ടിട്ടുണ്ട് ഡോക്ടർ ഹാരിസ് ഇബ്നു കിൽദ എന്ന് പറയുന്ന വലിയൊരു ഡോക്ടർ ഹബീബിനെ കാണാൻ വന്നിട്ടുണ്ട്, തങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഡോക്ടർമാർ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മന്ത്രിച്ചൂതുകയും വേണം, രണ്ടും വേണം. മന്ത്രിച്ചൂതരെ മാത്രം മതി മരുന്ന് കുടിക്കേണ്ട, അങ്ങനെയും പറയരുത്. മരുന്ന് കുടിച്ചാൽ മാത്രം മതി റുഖിയ ചെയ്യരുത്, അങ്ങനെയും പറയരുത്. രണ്ടും ചെയ്യണം. രണ്ടും